മമതാ ബാനർജി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. നമുക്കറിയാം, പലപ്പോഴും ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന ഘട്ടത്തിലും അതിൻ്റെ പല ഘട്ടങ്ങളിലും അല്പം ഉടക്കി നിന്ന ആളാണ് മമത. അതിന് മമതയ്ക്ക് കാരണങ്ങളുണ്ട്. കാരണം മമതയുടെ ഒരു പ്രധാന ശത്രു അവിടെ CPM ആണ്. കോൺഗ്രസ് CPM-ഉമായി സഖ്യമുണ്ടാക്കുന്നു എന്നത് മമതയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ പിണറായി വിജയന്റെ മറ്റൊരു രൂപമാണ് മമത എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ തിരിച്ചാണ്. മമതയ്ക്ക് CPM-നെ അംഗീകരിക്കാൻ പറ്റില്ല, ഇവിടെ പിണറായി വിജയന് കോൺഗ്രസിനെ അംഗീകരിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷേ മമത ഇപ്പോൾ തണുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നയം കുറച്ചുകൂടി എന്താ പറയുക, സോഫ്റ്റ് ആക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ അവർ പറഞ്ഞത്? ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പുറത്തുനിന്ന് പിന്തുണ നൽകും, ഞാൻ മുന്നണിയിൽ ഉണ്ടാവില്ല. വളരെ സോഫ്റ്റായൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ബംഗാളിൽ BJP-യിൽ നിന്ന് വലിയ ഭീഷണി അവർ നേരിടുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി ജയിക്കണം എന്നാഗ്രഹിക്കുന്നവർ അവിടെ മൂന്നാം കക്ഷിയായി നിൽക്കുന്ന കോൺഗ്രസ് CPM-ന് വോട്ട് ചെയ്ത് മമതയെ തോൽപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകരുത്, അതുകൊണ്ട് ഞാൻ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു സോഫ്റ്റ് കോർണർ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതിനേക്കാൾ പ്രധാനം, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന തോന്നൽ മമതയ്ക്കും ഉണ്ടായി എന്നുള്ളതാണ്, TMC-ക്കും ഉണ്ടായി. അപ്പൊ TMC-യെ സംബന്ധിച്ചിടത്തോളം BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നൊരു കക്ഷിയാണ്. അവർക്ക് BJP-ക്കെതിരായി ഏറ്റവും നല്ല ആയുധങ്ങളിൽ ഒന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ്, മോഡി പുറത്താകും എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. ഇതിനോടൊപ്പമാണ് നമ്മൾ ഖാർഗെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെ പറഞ്ഞു 200 സീറ്റിൽ താഴെ പോകും. ഒരുപക്ഷെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത് പറയുമ്പോൾ നമുക്ക് അതിന്റെ വിലയെ കൊടുക്കേണ്ടതുള്ളൂ എന്ന് തോന്നാം. പക്ഷെ ഖാർഗെ ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തിലാണ്, അദ്ദേഹത്തിന്റെ സ്വരം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഈ പോരാട്ടത്തെ, മോഡിക്കെതിരായ പോരാട്ടത്തെ കൃത്യമായി നയിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു രൂപം നൽകുന്ന ഒരു അഖിലേന്ത്യാ നേതാവ് എന്ന അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ജൂൺ 4-ന് പുതിയ സർക്കാർ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ തീർച്ചയായും ഇതിന് മുമ്പില്ലാത്ത തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. അതിന് നിരവധി കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതായാലും 400 എന്ന വാക്കിപ്പോൾ കാണാനില്ല. ആരും 400-നെ കുറിച്ച് സംസാരിക്കുന്നില്ല. അത് 300-ഓ 200-ഓ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് എന്ന ഭയം അവർക്ക് തന്നെയുണ്ട്. അതുകൊണ്ടാണ് വർഗീയ കാർഡുകളും മുസ്ലിം കാർഡും ഒക്കെ എടുത്ത് ഇറക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മമതയുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിന് വലിയ പിന്തുണയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തീർച്ചയാണ്.